Welcome to class number 52, semester 4, BSc Main Physics, main paper Classical Mechanics, and we are seeing relativistic mechanics, that is special theory of relativity, and today we study some problems from relativistic addition of velocities, or Einsteinian formula for velocity addition, semester 4, class number 52, classical mechanics. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് റിലേറ്റിവിസ്റ്റിക് അഡീഷൻ ഓഫ് വെലോസിറ്റികൾ കൂട്ടുന്നത് എങ്ങനെയാണ്, ഐൻസ്റ്റീൻസ് ഫോർമുല, അത് വെച്ചുള്ള ഒന്ന് രണ്ട് പ്രോബ്ലമാണ്. ആ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റിവിസ്റ്റിക് അഡീഷൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് വെച്ചുള്ള പ്രോബ്ലമാണ് ഇവിടെ ചെയ്യുന്നത്. First problem. You read the problem. An experimenter observes a radioactive atom with a velocity of 0.25 c. The atom that emits an alpha particle, a beta particle, which has a velocity 0.9 c relative to the atom in the direction of its motion. What is the velocity of beta particle as observed by the experimenter? You see the question. Our experimenter observes a radioactive atom with a velocity of 0.25 c. Radioactive atom പോകുന്ന വെലോസിറ്റിയാണ് 0.25 c. The atom that emits a beta particle, atom ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും, which has a velocity 0.9 c. അപ്പോൾ അങ്ങനെ ആറ്റം എമിറ്റ് ചെയ്യുന്ന ബീറ്റ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 0.9 c ആണ്, related to the atom in the direction of its motion. What is the velocity of the beta particle as observed by the experimenter? എക്സ്പെരിമെൻ്റർ കാണുന്ന വെലോസിറ്റി എന്താണ്? അപ്പോൾ ആറ്റം ഒരു ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും, ബീറ്റ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് 0.9 c ആണ്. ഈ ആറ്റം പോകുന്നത് എക്സ്പെരിമെൻ്ററിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്ററിൽ നിന്ന് ആറ്റം പോകുന്ന സ്പീഡ് 0.25 c ആണ്. എങ്കിൽ ഈ ബീറ്റ പാർട്ടിക്കിളിൻ്റെ എക്സ്പെരിമെൻ്ററുമായിട്ടുള്ള റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കിയേ, വെലോസിറ്റി ബീറ്റ പാർട്ടിക്കിൾ ആസ് ഒബ്സർവ്ഡ് ബൈ ദി എക്സ്പെരിമെൻ്റർ യു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ എക്സ്പെരിമെൻ്റർ പിന്നെ റെസ്റ്റ് ഫ്രെയിം അല്ലെങ്കിൽ എസ് ഫ്രെയിമാണ്. അപ്പോൾ എസ് ഫ്രെയിമിലെ ഓ ഒബ്സർവർ, അയാൾക്ക് കിട്ടുന്ന വെലോസിറ്റിയാണ് പറയേണ്ടത്, യു ആണ് പറയേണ്ടത്. അപ്പോൾ യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, അതായത് റിലേറ്റിവിസ്റ്റിക് അഡീഷൻ ഓഫ് വെലോസിറ്റീസ്, ഐൻസ്റ്റീൻസ് ഫോർമുല ഫോർ വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ. അത് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് യു ഈക്വൽ യു ഡാഷ് പ്ലസ് വി ബൈ 1 + v/c² യു ഡാഷ്. അങ്ങനെ ഇക്വേഷൻ പഠിച്ചത്. അതിൻ്റെ സിറ്റുവേഷനാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. സിസ്റ്റം എസ് ഡാഷ്, പി എന്നുള്ള പാർട്ടിക്കിൾ, പിയുടെ വെലോസിറ്റി ആ എസിനെ അപേക്ഷിച്ച് യു ആണ്, എസ് ഡാഷിനെ അപേക്ഷിച്ച് യു ഡാഷാണ്. എങ്കിൽ യു ഡാഷും തമ്മിലുള്ള റിലേഷനാണ് യു ഡാഷ് പ്ലസ് വി ബൈ 1 + v/c² യു ഡാഷ്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ കേസിലേക്ക് കൊണ്ടുവരികയാണ്, ഈ സിസ്റ്റത്തെ കേസിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ കേസിലേക്ക്. അതായത് എസ് പ്രൈം എന്ന് പറഞ്ഞാൽ ഒബ്സർവറാണ്, ഈ ഓയോ തന്നെ എക്സ്പെരിമെൻ്ററാണ്. എസ് ഡാഷ് പ്രൈം എന്ന് പറഞ്ഞാൽ ഈ ആറ്റം എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ പി, അതാണ് ബീറ്റ പാർട്ടിക്കിൾ. അപ്പോൾ എസ് പ്രൈമിനെ എക്സ്പെരിമെൻ്ററായിട്ടും അല്ലെങ്കിൽ റെസ്റ്റ് ഫ്രെയിമായിട്ടും, അതേപോലെ ഈ എസ് ഡാഷ് ഫ്രെയിമിനെ ആറ്റമായിട്ടും പാർട്ടിക്കിളിനെ ബീറ്റ പാർട്ടിക്കിളായിട്ട് കമ്പയർ ചെയ്യണം. എങ്ങനെയാണ്? എസ്സിനെ നമ്മുടെ എക്സ്പെരിമെൻ്റർ അല്ലെങ്കിൽ എസ് ഫ്രെയിമായിട്ടും ഓ ആയിട്ടും, പിന്നെ എസ് ഡാഷ് ഫ്രെയിമിനെ നമ്മൾ ആറ്റമായിട്ടും, പിന്നെ എമിറ്റ് ചെയ്യുന്ന ബീറ്റ പാർട്ടിക്കിൾ നമ്മുടെ തിയറിയിലുള്ള പാർട്ടിക്കിളായിട്ട് വിചാരിക്കണം. അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മുടെ ഫോർമുല എങ്ങനെ വരുമെന്ന് നോക്കുക. യു ഡാഷ് ഇസ് 0.9 c. യു ഡാഷ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ്, പാർട്ടിക്കിൾ പോകുന്ന വെലോസിറ്റിയാണ്. എസ് ഡാഷിനെ അപേക്ഷിച്ച്, ആറ്റത്തെ അപേക്ഷിച്ച് അത് 0.9 c തന്നിട്ടുള്ളത് നമുക്ക്. പിന്നെ വി ഫ്രെയിമുകളുടെ വെലോസിറ്റി റിലേറ്റീവ് 0.25 c, ആറ്റവും എക്സ്പെരിമെൻ്ററും തമ്മിലുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ അത് മുകളിൽ കൊടുക്കുമ്പോൾ യു ഈക്വൽ ടു യു ഡാഷ് പ്ലസ് വി ബൈ 1 + v/c² യു ഡാഷ്.
0.9c plus 0.25c by 1 plus 0.25c into 0.9c by c square. c square താഴെ മുകളിൽ ക്യാൻസൽ ചെയ്യും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഉത്തരം 1.15c by 1 plus 0.225. കൂട്ടുമ്പോൾ നമുക്ക് 1.15c by 1.225. അവിടെ 1.15 1.225 ക്യാൻസൽ ചെയ്യും. u ഈസ് 0.9388c. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ്പെരിമെൻ്റൽ എസ് സിസ്റ്റം, ആറ്റം എസ് ഡാഷ് സിസ്റ്റം, പാർട്ടിക്കിൾ ബീറ്റ പാർട്ടിക്കിൾ. അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്. പ്രോബ്ലം മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുക. എക്സ്പെരിമെൻ്റൽ എസ് സിസ്റ്റം, ആറ്റം പോകുന്നത് എസ് ഡാഷ് സിസ്റ്റം, ബീറ്റ പാർട്ടിക്കിൾ പോകുന്നത് പാർട്ടിക്കിൾ നമ്മുടെ തിയറിയിലെ പാർട്ടിക്കിൾ പോകുന്ന ആ കേസാണ്. പാർട്ടിക്കിൾ ബീറ്റ പാർട്ടിക്കിൾ, ആറ്റം എസ് ഡാഷ് സിസ്റ്റം, എക്സ്പെരിമെൻ്റൽ എസ് സിസ്റ്റം. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലെ ഒരു ഫോർമുല നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫോർമുല നമ്മൾ പഠിക്കുന്നില്ല, നമ്മുടെ തിയറിയിൽ അത് വരുന്നില്ല. അതുകൊണ്ട് ആ ഫോർമുല ഒന്ന് അസ്യൂം ചെയ്യേണ്ടി വരും എന്നൊരു കുഴപ്പം ഈ പ്രോബ്ലത്തിനുണ്ട്. അപ്പോൾ അത് പഠിച്ചുകൊള്ളുക. ചിലപ്പോൾ ഈ പഴയ പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യുമ്പോൾ വരാം. എ പാർട്ടിക്കിൾ ഹാസ് വെലോസിറ്റി ഓഫ് 6 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ഇൻ XY പ്ലെയിൻ. കാരണം രണ്ട് പ്ലെയിനാണ്, 2 ഡയമെൻഷണൽ മോഷനാണ്. ഇൻ XY പ്ലെയിൻ at an angle of 60 degree with the x-axis in the system S. Find the magnitude and the direction of its velocity in the system S dash, which has a velocity of 3 × 10⁻⁷ meter per second along the positive x-axis. അപ്പോൾ എസ് സിസ്റ്റത്തിൽ ഒരു പാർട്ടിക്കിൾ പോകുന്ന വെലോസിറ്റിയാണ് 6 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ്. അതൊരു ആംഗിൾ ഇൻക്ലൈൻഡാണ്, 60 ഡിഗ്രി കേട്ടോ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഇൻ സിസ്റ്റം എസ് ഡാഷ് വിച്ച് ഹാസ് എ വെലോസിറ്റി ഓഫ് 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് along the positive x-axis. അപ്പോൾ വെലോസിറ്റി ഇൻ XY പ്ലെയിനാണ്. ഇപ്പോൾ വെലോസിറ്റി XY പ്ലെയിൻ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: u = IUX + JUY. അങ്ങനെയാണ് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ XY പ്ലെയിനിലെ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഈസ് u dash = u + v by 1 - v/c²/u. ആ c² മിസ് ചെയ്തിരിക്കുകയാണ്, അതങ്ങനെ ചേർക്കണം. v/c²/u താഴെയുണ്ട്. u dash u + v by 1 - v/c²/u. അത് എക്സ്റ്റേർഷനിൽ പറയുമ്പോൾ ux dash is equal to ux - v by 1 - v/c²/ux. ആ ux കാണുന്ന രീതി നോക്കിയാൽ u ഉണ്ടെങ്കിൽ വെലോസിറ്റി ഉണ്ടെങ്കിൽ അതിന് എക്സ് കമ്പണൻ്റ് ആണ് u cos θ ആണ്. അപ്പോൾ u cos θ 6 × 10⁻⁷ into cos 60. That is 6 × 10⁻⁷ into 1/2, 3 × 10⁻⁷ meter per second. So we can find ux dash using the above formula. We get 3 × 10⁻⁷ minus 3 × 10⁻⁷ by 1 - v/c²/ux. That is 0 by 1 - v/c²/ux is equal to 0. So with respect to S dash frame, velocity ux dash is 0. ui dash ആണ്. അപ്പോൾ ui dash, ഈ ui ഡാഷിൻ്റെ ഫോർമുലയാണ് പ്രത്യേകം പഠിക്കേണ്ടത്. ഇത് നമ്മുടെ തിയറിയിൽ നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. ഇത് പഠിക്കണമെങ്കിൽ കുറേ കൂടി വിശദമായിട്ട് നമ്മൾ 2 ഡയമെൻഷൻ വെലോസിറ്റി 3 ഡയമെൻഷൻ വെലോസിറ്റിയൊക്കെ പഠിക്കേണ്ടി വരും. അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഫോർമുല അസ്യൂം ചെയ്യുകയാണ്. ബൈ ഫോർമുല ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്താൽ മതി. കാരണം ഈ പ്രോബ്ലം ഒരു ടിപ്പിക്കൽ പ്രോബ്ലമാണ്. അത് റിപ്പീറ്റ് ചെയ്താൽ ചെയ്യാനായിട്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ui ഡാഷ് കാണുന്നത് ui × 1 - v²/c² raised to half by 1 - v/c²/ux അങ്ങനെയാണ്.
അതായത് താഴെ യു എക്സ് തന്നെ വരുന്നുണ്ട്, മുകളിലാണ് യു വൈ വരുന്നത്. അവിടെ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാകും വെലോസിറ്റിയുടെ. യു ഐ ഇസികൾ യു സൈൻ തീറ്റ 6 × 10⁻⁷ × sin 60 ഈക്വൽ ടു 6 × 10⁻⁷ × √3/2. That is equal to 3√3 × 10⁻⁷ is equal to 5.196 × 10⁻⁷ meter per second. Uy dash is equal to, therefore, you put in the above formula 5.196 into 10⁻⁷ into 1 minus 3 into 10⁻⁷ square by 3 into 10⁸ square raised to half, all by 1 minus 3 into 10⁻⁷ into 3 into 10⁻⁷ into 3 into 10⁻⁷ by 3 into 10⁸ the whole square. Thus on simplification we get, you look here, on simplification we get 5.169 into 10⁻⁷ by 0.99 equal 5.222 into 10⁻⁷ meter per second. Velocity in S dash, that is u dash is I ux dash plus j uy dash equal I into 0 plus j into 5.222 into 10⁻⁷ equal to 5.222 into 10⁻⁷ j meter per second. So we have x component 0, y component 5.222 into 10⁻⁷. Therefore u dash, the resultant velocity with respect to s dash prime equal to 5.222 into 10⁻⁷ j meter per second. That is the answer. So when you do this problem, you have to by heart the second formula uy dash. That only we can do this problem. It's a velocity transformation relation. One more topic here discussed, a short answer question. Relativistic Doppler effect. നിങ്ങൾ റെഡ്ഷിഫ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഈ ഡോപ്ലർ എഫക്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്. Apparent change in frequency of light due to the relative motion of the source of light and the observer is called a relativistic Doppler effect. Apparent change in frequency of light due to the relative motion of the source of light and the observer is called a relativistic Doppler effect. Read it again. Apparent change in frequency due to the frequency of light due to the relative motion of the source of light and observer is called relativistic Doppler effect. ഈ ഡോപ്ലർ എഫക്റ്റ് നമ്മൾ സൗണ്ടിലും അതുപോലെ ലൈറ്റിലും കാണുന്ന ഒരു ഫിനോമിനനാണ്. ഇപ്പോൾ സൗണ്ടിലാണെങ്കിൽ ഒരു സോഴ്സ്, ഒരു വിസിൽ, ഒരു ഹോൺ നമ്മുടെ നേരെ വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കൂടുകയും നമ്മൾ നകന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, ഒരു കാറ് ഹോൺ അടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയിട്ട് സൗണ്ട് ഷാർപ്പായി തോന്നും. ആ കാർ അകന്നു പോകുമ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞ് നമുക്കത് ഫ്ലാറ്റായി തോന്നും. ആ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ ലൈറ്റ്, വളരെ വേഗത്തിൽ ലൈറ്റ് നമ്മളിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ നമ്മളിലേക്ക് ലൈറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമായിട്ട് പറയുന്നത് ഭൂമിയും സ്റ്റാർസും. അപ്പോൾ ഭൂമിയിലേക്ക് ഒരു സ്റ്റാർ അപ്രോച്ച് ചെയ്താൽ ആ സ്റ്റാർ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടും. അത് ബ്ലൂ കളറിലേക്ക് മാറാം. എന്നാൽ സ്റ്റാർ നമ്മൾ നകന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ലൈറ്റ് റെഡായിട്ട് മാറും. അതിനെ റെഡ് ഷിഫ്റ്റ് ഓഫ് സ്റ്റാർസ് എന്ന് പറയും. നക്ഷത്രങ്ങളുടെ ചുവപ്പ് മാറ്റം എന്ന് പറയും. അപ്പോൾ ലൈറ്റ് നമ്മളിലേക്ക് അടുത്ത് വന്നാൽ ഫ്രീക്വൻസി കൂടും, ലൈറ്റ് ബ്ലൂ കളറിലേക്ക് മാറും. അകന്നു പോയി കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞ് ലൈറ്റ് റെഡിലേക്ക് മാറും. കാരണം നമുക്കറിയാമല്ലോ, ഈ ബ്ലൂ അല്ലെങ്കിൽ വയലറ്റിനാണ് ഫ്രീക്വൻസി ലൈറ്റിന് കൂടുതൽ. റെഡ് അല്ലെങ്കിൽ ഓറഞ്ച്, ഇൻഫ്രാറെഡ്, അവിടെ ഫ്രീക്വൻസി കുറവാണ്.
അപ്പോൾ എങ്ങനെയായാലും ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് നമ്മളിലേക്ക് അടുത്ത് വന്നാൽ അകന്ന് പോയാലും അതിന് ഫ്രീക്വൻസിക്ക് മാറ്റം ഉണ്ടാകും. അത്തരം മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ എഫക്റ്റ്. അത് റിലേറ്റിവിസ്റ്റിക് കൂടിയാണ്. അതിന് പ്രത്യേക റിലേറ്റിവിറ്റിയുടെ ഇക്വേഷൻ വേണ്ട. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ പറയുന്ന അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. കാരണം റിലേറ്റിവിസ്റ്റിക് എഫക്റ്റുള്ള ഇക്വേഷനാണിത്, ഇവിടെ വരുന്ന ഡോപ്ലർ എഫക്റ്റ് ഇക്വേഷൻ. അപ്പോൾ ഒന്നുകൂടി നോക്കൂ. ഇത് അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് ദി സോഴ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഒബ്സർവർ ഈസ് കോൾഡ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ്. നമ്മൾ സൗണ്ടിൻ്റെ ഡോപ്ലർ എഫക്റ്റ് പറയുമ്പോൾ അവിടെ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി സൗണ്ട് ഡ്യൂ ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് സോഴ്സ് ഓഫ് സൗണ്ട് മീഡിയം ആൻഡ് ദ ലിസണർ എന്ന് പറയും. ലൈറ്റ് മാറ്റി സൗണ്ട് ആക്കും. പിന്നെ മീഡിയം പറയും, കാരണം സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണം, ലൈറ്റിന് മീഡിയം വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ മീഡിയം പറയാത്തത്. ഒബ്സർവർ ലിസണർ എന്ന് പറയും, കേൾവിക്കാരൻ. ഇവിടെ കാഴ്ചക്കാരൻ. ഇപ്പം സൗണ്ടിലും ലൈറ്റിലും ഉള്ള ഫിനോമിനൻ ആണ് ഡോപ്ലർ എഫക്റ്റ്. ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് അടുത്ത് വന്നാൽ നമ്മൾ നകന്നു പോയാൽ അതിൻ്റെ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ടാകും. അടുത്തേക്ക് വരുന്നതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഫ്രീക്വൻസി കൂടും, അകന്നു പോകുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും. ഇതിനെയാണ് റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് ഫോർമുലയുണ്ട്. ദ അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഈസ് ഗിവൺ ബൈ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു വി ഇൻറ്റു ന്യൂ ബൈ സി, വേർ ന്യൂ ഈസ് ട്രൂ ഫ്രീക്വൻസി, വി വെലോസിറ്റി ഓഫ് സോഴ്സ് ഓർ ഒബ്സർവർ, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല ഡെൽറ്റ ന്യൂ ബൈ ന്യൂ എന്ന് എഴുതിയാലും മതി. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈസ് വി ബൈ സി. ഡെൽറ്റ ന്യൂ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി, ന്യൂ ട്രൂ ഫ്രീക്വൻസി, വി വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഓർ സോഴ്സ്, സി വെലോസിറ്റി ഓഫ് ലൈറ്റ്. അങ്ങനെ പഠിക്കാൻ എളുപ്പമല്ല. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈസ് വി ബൈ സി, ദാറ്റ് ഈസ് ബെറ്റർ. അത് വേവ് ലെങ്തിലേക്ക് വേണം മാറ്റാൻ കേട്ടോ. അപ്പോൾ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈസ് വി ബൈ സി, അത് വേവ് ലെങ്തിലേക്ക് മാറ്റാം. അതായത് ഈ ന്യൂ എന്ന് പറഞ്ഞാൽ സി ബൈ ലാംഡ ആണല്ലോ. അങ്ങനെ മാറ്റുമ്പോഴും ഫോർമുല വരുന്നതെങ്ങനെ അറിയാമോ? ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഇസ് ബി ബൈ സി. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ബി ബൈ സി ആണെങ്കിൽ ഡെൽറ്റ ലാംഡ ബൈ ലാംഡയും ബി ബൈ സി തന്നെയായിരിക്കും. അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാകും. എന്താണ് സംശയം? ന്യൂ സിക്ക് ന്യൂ ലാംഡ അല്ലേ, അല്ലെങ്കിൽ ന്യൂ ഈസ് സി ബൈ ലാംഡ, ന്യൂ ഈസ് സി ഇൻറ്റു 1 ബൈ ലാംഡ. ന്യൂ ലാംഡയും തമ്മിലുള്ള റിലേഷൻ റെസിപ്രോക്കൽ റിലേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ ന്യൂ ബൈ ന്യൂവിന് പകരം ലാംഡ ബൈ ഡെൽറ്റ ലാംഡ വരണ്ടേ എന്ന് ചിലർ ചോദിക്കുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും, പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഡെൽറ്റ ന്യൂ ബൈ ന്യൂവിന് തുല്യമായ സംഖ്യ തന്നെയാണ് ഡെൽറ്റ ലാംഡ ബൈ ലാംഡ. പറഞ്ഞതാണ് ആ ന്യൂവും ലാംഡയും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ റെസിപ്രോക്കൽ റിലേഷൻ ആണെങ്കിലും ഇവിടെ വരുമ്പോൾ ആ ഓർഡറിലും വ്യത്യാസം വരുന്നില്ല, റെസിപ്രോക്കലായിട്ട് വരത്തില്ല. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ബി ബൈ സി ആണെങ്കിൽ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ബി ബൈ സി തന്നെയാണ്. നിങ്ങൾ തെളിയിച്ച് നോക്ക്. ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ആണെന്ന് തെളിയിച്ച് നോക്ക്. തെളിയിക്കാൻ പറ്റുമോ അത്? അപ്പോൾ വേവ് ലെങ്തിൽ നമ്മൾ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഡെൽറ്റ ലാംഡ ബൈ ലാംഡ ഈക്വൽ ടു ബി ബൈ സി. In terms of wavelength, change in wavelength is given by delta lambda by lambda is equal to b by c, where lambda is the original wavelength. The above equations can be derived using Lorentz transformations. Lorentz transformation വെച്ച് നമുക്ക് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. These equations are employed by astronomers to interpret the redshift of spectral lines of light received from distant stars. വിദൂര നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന, വിദൂരമായിട്ടുള്ള സ്റ്റാർസിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ റെഡിലേക്കുള്ള മാറ്റം, ചുവപ്പ് മാറ്റം നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. വിദൂര നക്ഷത്രങ്ങളുടെ നിറം കാലക്രമേണ റെഡിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ എഫക്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം അടുത്ത ക്ലാസ്സിലാണ് ചെയ്യുന്നത്.
അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2-3 ക്ലാസ് ഉണ്ട്, മാത്രമേ ഈ പേപ്പർ തീരുകയുള്ളൂ. ഇനി 2 പ്രധാനപ്പെട്ട അസുഖം കിടപ്പുണ്ട്. അതായത് റിലേറ്റിവിസ്റ്റിക് എക്സ്പ്രഷൻ ഫോർ വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി, മാസ് വേരിയേഷൻ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട എസ്. പിന്നെ ഒരെണ്ണമുണ്ട് ഈ സെംസി സ്ക്വയർ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് എസ്സേസ്, ഈ സെംസി സ്ക്വയർ. അങ്ങനെ 2 എസ്സേ ഉണ്ട്, പിന്നെ കുറച്ച് ഷോർട്ട് ആൻസറും ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് നമ്മൾ ഇതിൻ്റെ മോഡൽ പേപ്പർ ഒന്ന് വായിക്കുന്നതാണ്. എന്നിട്ട് വേണം നമുക്ക് ഈ പ്രധാനപ്പെട്ട എസ്സേയിലേക്ക് നീങ്ങാൻ. അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. എക്സ്പ്ലെയിൻ റിലേറ്റിവിസ്റ്റിക് ഡോപ്ലർ ഇഫക്റ്റ്. With this, your 52th lecture is over. Thank you.